എല്ലാരോടും യാത്ര പറഞ്ഞ അവസാനമായി ബിഗ് ബോസിന്റെ പടി ഇറങ്ങുമ്പോ ജിൻഡോ, അപ്സര, ഋഷി, സിജോ അങ്ങനെ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറഞ്ഞിട്ടാണ് ഗബ്രി യാത്ര പറയുന്നത്. എന്നാൽ ജാസ്മിന്റെ പേര് മാത്രം അവിടെ ഗബ്രി പറയുന്നില്ല. അപ്പൊ തന്നെ റസ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്താ അവൻ എന്റെ പേര് മാത്രം പറയാത്തതെന്ന്. അങ്ങനെ ബാക്കിയുള്ളവർക്കെല്ലാവർക്കും ആശംസകളും പറഞ്ഞ് നന്നായി പെർഫോം ചെയ്യാനായിട്ട് വിഷും ചെയ്ത് ഗബ്രി പടിയിറങ്ങുന്നു. എന്നാൽ അവസാനമായിട്ട് ജാസ്മിനോട് ഒരു ബായ് പോലും ഗബ്രി പറഞ്ഞില്ല. അത് ജാസ്മിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഗബ്രി പുറത്തിറങ്ങി കുറച്ച് നിമിഷങ്ങളായതേ ഉള്ളൂ. തന്റെ കൂടെ ബിഗ് ബോസ് ഹൗസിൽ കണ്ട ഗബ്രിയെ അല്ല ജാസ്മിൻ പുറത്ത് കാണുന്നത്. ഗബ്രിക്ക് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടാവോ, ഗബ്രി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പെരുമാറിയത് എന്നുള്ള കൺഫ്യൂസ് സ്റ്റേറ്റിലാണ് ജാസ്മിൻ. അത് പറഞ്ഞ് റസ്മിനോട് പൊട്ടിക്കരയുന്ന ജാസ്മിനെ കാണാം. എന്നാൽ പുറത്തിറങ്ങി ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ബൈറ്റിൽ ഗബ്രി പറയുന്നുണ്ട്, ജാസ്മിനോട് അവസാനം ബായ് പറയാത്തത് അകത്ത് വെച്ച് ഓൾറെഡി പറഞ്ഞിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നു. ആദ്യം പറയേണ്ടത് ജാസ്മിനോട് തന്നെയല്ലായിരുന്നു. എന്നിട്ടും ഗബ്രി പറയുന്നു ജാസ്മിന് വിഷമം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ അത് തന്നെ ആയിരിക്കുമോ ശരിക്കുള്ള റീസൺ എന്നറിയില്ല. എന്തായാലും ജാസ്മിനോട് അവസാനമായി ബായ് പറയാനും മുന്നോട്ട് ഗെയിം കളിക്കാൻ ആശംസിക്കാനും ഉള്ള ഒരു അവസരമായിരുന്നു. ശരിക്കും ആ ഒരു കാര്യം ജാസ്മിനെ ഏറെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. മുന്നോട്ടുള്ള ജാസ്മിന്റെ ഈ കളികളിലും ജാസ്മിനെ അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.